BSNL സഹകരണ സംഘത്തിൽ നിന്ന് 257 കോടി തട്ടിപ്പ് നടത്തിയതിൽ നിക്ഷേപകരിൽ നിന്ന് ED ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കുന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് മൊഴിയെടുപ്പ്. 20,000-ഓളം നിക്ഷേപകരെ വഞ്ചിച്ച പണം തട്ടിയെന്നാണ് കേസ്. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ വർഷമാണ് ED കേസെടുത്തത്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഈ കേസിന്റെ വിശദാംശങ്ങൾ ഒപ്പം മൊഴിയെടുപ്പിനെ കുറിച്ചും. മധു, അല്പസമയം മുമ്പാണ് ED ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് നിക്ഷേപകരിൽ നിന്ന് മൊഴിയെടുപ്പ് ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഇപ്പോൾ നിലവിൽ 5 നിക്ഷേപകരുടെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 3 ദിവസമായി മൊഴിയെടുക്കാനാണ് EDയുടെ നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോട്ടീസിൽ 28, 29, 30 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നിക്ഷേപകരോട് മൊഴിയെടുക്കലിന് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 20,000-ഓളം വരുന്ന നിക്ഷേപകരിൽ നിന്നായി പലതവണ ഈ നിക്ഷേപം വാങ്ങി എന്ന വ്യാജ രസീത് നൽകിക്കൊണ്ട് 257 കോടി രൂപ തട്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സഹകരണ സംഘത്തിന്റെ ഭാരവാഹികൾക്കെതിരെയുള്ള കേസ്. നേരത്തെ ജില്ലാ ക്രൈംബ്രാഞ്ച് അടക്കം ഈ കേസ് അന്വേഷിച്ചതാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED ഈ കേസ് ഏറ്റെടുക്കുകയായിരുന്നു. 2025, അതായത് കഴിഞ്ഞ വർഷമാണ് ഇതിന്റെ അന്വേഷണം ആരംഭിച്ചത്. ഇതിൽ ഭരണസമിതി അംഗങ്ങളുടെ പേരിലാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ 257 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് നേരത്തെ ജില്ലാ ക്രൈംബ്രാഞ്ചും തുടർന്ന് EDയും കണ്ടെത്തിയിരുന്നത്. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ സ്വത്ത് വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു വരികയാണ്. അതായത് ഈ 200-ലേറെ കോടി രൂപ ഇവർ പല സ്ഥലങ്ങളിലായി നിക്ഷേപിക്കുകയും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഭരണസമിതി അംഗങ്ങളായിരുന്ന കുമാരപുരം അമിതാ ശങ്കർ, അതുപോലെ തന്നെ പ്രസാദ് രാജ്, മനോജ് കൃഷ്ണ, ഒപ്പം തന്നെ അനിൽകുമാർ തുടങ്ങിയ പല ഭരണസമിതി അംഗങ്ങളുണ്ട്. ഇവരെയൊക്കെ തന്നെ നേരത്തെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഇവർക്കെതിരെ ചില നടപടികൾ എടുത്തിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. പക്ഷേ ഇവർ പിന്നീട് ഹൈക്കോടതിയിൽ അടക്കം പോയി. ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിക്ഷേപകരിൽ നിന്ന് ED ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഹരി.